ആനയാണെങ്കിലും കടുവയാണെങ്കിലും ഏത് വന്യമൃഗം നാട്ടിലിറങ്ങിയാലും വെടിവെക്കാൻ കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത്. ഇതിനായി 20 പേരടങ്ങുന്ന എംപാനൽ ഷൂട്ടർമാരെ നിയോഗിക്കാനും പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായാണ് തീരുമാനമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു. എന്ത് പ്രത്യാഘാതം നേരിടാനും തയ്യാറെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽകുമാറിന്റെ മറുപടി. ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഭരണസമിതി യോഗം ചേർന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന എല്ലാ വന്യജീവികളെയും വെടിവെച്ചു കൊല്ലാൻ ഷൂട്ടേഴ്സ് പാനൽ നിർദ്ദേശം കൊടുത്തത്. അതൊരു വൈകാരികമായ തീരുമാനമല്ല. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഐക്യകണ്ഠേന എല്ലാ പാർട്ടികളും യോജിച്ചുകൊണ്ട് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഈ തീരുമാനത്തിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിലും ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിച്ചുള്ള തീരുമാനമാണ്. ആ തീരുമാനമായി മുന്നോട്ട് പോകാനും ഭാവിയിൽ ഈ പഞ്ചായത്തിലെ വനമേഖലയിലെ കൃഷിക്കാർ ഓരോരുത്തരും കയ്യിൽ തോക്കേണ്ടേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. രാഹുൽ സുരേഷാണ് വാർത്തകൾ ചേരുന്നത്. രാഹുൽ, നമ്മളിപ്പോൾ ചർച്ചയിൽ നാട്ടിലിറങ്ങുന്ന ഈ പറയുന്ന കാട്ടുമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ ആഹ്വാനം ചെയ്യുമ്പോഴും ഇത് ഒരു പഞ്ചായത്തിൻ്റെ ഒഫീഷ്യൽ തീരുമാനമായി രംഗത്ത് വരുമ്പോൾ അത് കുറച്ചുകൂടി ഗൗരവമുള്ള തീരുമാനം വരികയാണ്. മാത്രമല്ല ഷാർപ്പ് ഷൂട്ടേഴ്സിൻ്റെ പാനൽ ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നിയമവുമായി ഇത് ഏത് രീതിയിലാണ് ഇത് ക്ലാഷ് ഉണ്ടാവുക എന്നൊരാലോചന പഞ്ചായത്തിലുണ്ടായോ രാഹുൽ? ഹാഷ്മി, ഒരു കാര്യം വ്യക്തമാണ്. എന്ത് നിയമ നടപടി ഉണ്ടായാലും അത് നേരിടാൻ തങ്ങൾ തയ്യാറാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുകയാണ്. ചക്കിട്ടപ്പാറ പഞ്ചായത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം നോക്കുകയാണെങ്കിൽ 10 വാർഡുകൾ വനത്താൽ ചുറ്റപ്പെട്ടതാണ്. വന്യജീവി ആക്രമണം നിത്യസംഭവമാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും വന്യജീവി ആക്രമണം ഭീഷണിയാവുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് പഞ്ചായത്തിൻ്റെ വിശദീകരണം. ഇന്നലെയാണ് ഭരണസമിതി യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഇനി നാട്ടിലിറങ്ങുന്നത് ആനയാണെങ്കിലും പുലിയാണെങ്കിലും കടുവയാണെങ്കിലും അതിനെ വെടിവെച്ച് കൊല്ലുമെന്ന കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 20ഓളം എംപാനൽ ഷൂട്ടർമാരെ നിയോഗിക്കാനും ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. LDF ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. പക്ഷേ കക്ഷി രാഷ്ട്രീയം നോക്കാതെ തന്നെ മുഴുവൻ അംഗങ്ങളും ഈ തീരുമാനത്തിന് ഒപ്പം ചേർന്നുകൊണ്ട് ഐക്യകണ്ഠമായി തന്നെ ഈ തീരുമാനം പാസ്സാക്കുകയായിരുന്നു. ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ ഈ തീരുമാനം സർക്കാരിനെ അറിയിക്കുമെന്നാണ് ഇതിനോടകം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെയാണ് നമ്മൾ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ ഒരു പ്രതികരണം തേടിയത്. അദ്ദേഹം പറയുന്ന അനുസരിച്ച് നിലവിൽ നിയമാനുസരണം കാട്ടുപന്നികളെ മാത്രമാണ് വെടിവെച്ച് കൊല്ലാൻ സാധിക്കുകയുള്ളൂ. അതിലും നിയമപരമായി കുറേ കാര്യങ്ങൾ പൂർത്തിയാക്കാനുമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഏത് വന്യമൃഗം നാട്ടിലിറങ്ങാനും വെടിവെച്ച് കൊല്ലുമെന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് വനം മന്ത്രി പറയുന്നത്. എന്താണെങ്കിലും ആ തീരുമാനമായി അവർ മുന്നോട്ട് പോകുമ്പോൾ വരും ദിവസങ്ങളിൽ എന്തൊക്കെ നൂലാമാലകൾ അവർ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതും കാത്തിരുന്ന് കാണാം. ഹാഷ്മി. ഓക്കെ, രാഹുൽ സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു നാടിൻ്റെ ഗതികേട് കൊണ്ട് ഒരു നിവൃത്തിയില്ലാതെ എടുക്കുന്ന തീരുമാനമാണെങ്കിലും അതിന് നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് വനം മന്ത്രി തന്നെ അതിനെ എതിർത്ത് പറയുന്നത്. പക്ഷേ പഞ്ചായത്ത് ഇച്ഛാശക്തിയോടെ പറയലാണ് ആ തരത്തിൽ നിയമപരമായ എന്ത് പ്രശ്നമുണ്ടായെങ്കിലും നാടിനെ കാക്കാൻ ഞങ്ങൾ ആ പ്രത്യേകത ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നൊരു പഞ്ചായത്തും പറയുന്നു. അത് അതേത് രീതിയിൽ മുന്നോട്ടേക്ക് പോകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുമാണ്.